എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാൻ. കൃപയുടെ കരങ്ങളിൽ വഹിച്ചു നിർത്തുന്ന ദൈവമേ, അവിടുത്തെ പാദങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ അടുത്തു വരുവാൻ ഞങ്ങൾക്ക് നൽകിയ അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഒരാഴ്ചയുള്ള ജീവിതത്തെ ബലമുള്ള കരങ്ങൾ വഹിച്ച് നിയന്ത്രിക്കുകയും തക്കതായ സമയത്ത് ആവശ്യമുള്ള നന്മകൾ നൽകി ഞങ്ങൾ നടത്തുകയും ചെയ്ത് അങ്ങയുടെ മുഖത്ത് നോക്കി നന്ദി കരയറ്റുവാനും ഞങ്ങളുടെ വീഴ്ചകള് തിരുസന്നിധിയിൽ ഏറ്റുപറയുവാനും അങ്ങയിൽ നിന്നുള്ള ചൈതന്യവും അനുഗ്രഹവും ഞങ്ങൾക്ക് അനുഭവിക്കുന്നതിനും ഈ ആരാധനയുടെ സഹായകമാക്കി തീർക്കുമാറാകണമെന്ന് ഞങ്ങൾ ഏറ്റവും വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കണ്ണുകൾ അങ്ങയിലേക്ക് ഉയർത്തട്ടെ. മാണ്ണീർ ചോല തേടി ഓടുന്നത് പോലെ ഞങ്ങളുടെ ആത്മാവ് ഈ ആരാധനയിലൂടെ അങ്ങയിൽ ആത്മനിർവൃത്തി അനുഭവിക്കാൻ സഹായിച്ചാൽ ഓരോ നിമിഷവും പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണതയിൽ ആരാധന നയിക്കുകയും ഓരോ ഭാഗങ്ങളിലും അവിടുത്തെ പൂർണ്ണ നിറവ് ഞങ്ങൾ അനുഭവിക്കാൻ സഹായിക്കുകയും ചെയ്യണമേ. ആയിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും, ശബ്ദം ശ്രദ്ധിക്കുന്ന, ആരാധന അനുഭവിക്കുന്ന മക്കളെയും ആത്മാവിൽ നിറയ്ക്കണമെന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഉയർത്ത ക്രിസ്തുവിന്റെ ജനമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമ മഹത്വത്തിനും പുകഴ്ചയ്ക്കും സ്തുതിക്കുമായി നമുക്ക് എഴുന്നേറ്റ് നിന്ന് ക്രിസ്തീയ ഗീതങ്ങളിൽ 26-ാമത്തെ ഗീതം പാടാം. ക്രിസ്തീയ ഗീതങ്ങളിൽ 26-ാമത്തെ ഗീതം, സ്തോത്രം സ്തോത്രം പുണ്യമഹേശന് സ്തോത്രം എന്നാരംഭിക്കുന്ന ഗീതം. നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ, അവിടുത്തെ വലിയ കൃപകളെ വർണ്ണിക്കാൻ, കരങ്ങൾ വഹിച്ച് നടത്തുന്ന ദൈവത്തിന് സ്തുതി അർപ്പിക്കാൻ ആരാധനക്രമം 6-ാമത്തെ പുറത്തിൽ ലിത്താനികൾ 4-ാമത്തെ ഭാഗം നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കാം. ആരാധനക്രമം 6-ാമത്തെ പുറം, സ്തുതി ലിത്താനികളിൽ 4-ാമത്തെ ഭാഗം. വരുവീൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാൻ, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവിടുത്തെ ഘോഷിക്കാം. യഹോവ മഹാ ദൈവമല്ലോ, അവിടുന്ന് സകല ദേവന്മാർക്ക് മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവിടുത്തെ കയ്യിലാകുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങൾ അവിടത്തേക്കുള്ളവ.
സമുദ്രം അവിടത്തേത്, അവിടുന്ന് അതിനെ ഉണ്ടാക്കി. കരയും തിരുക്കരങ്ങൾ മെനഞ്ഞിരിക്കുന്നു. വരുവീൻ നാം വണങ്ങി നമസ്കരിക്കുക. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. ഒരുമിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അവിടുന്ന് നമ്മുടെ ദൈവമാകുന്നു. നാമോ അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുത്തെ കൈകളിലെ ആടുകളും തന്നെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായിട്ടുള്ളവരെ, ദൈവത്തിന്റെ മുന്നിൽ പ്രാർത്ഥനയോടുകൂടെ എത്തുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുകയും ഇവിടെ നിശ്ചയമായ ദൈവഭവനവും സ്വർഗവാതിലുമുണ്ട്. നമുക്ക് ആശ്വാസവും സന്തോഷവും സകല ബുദ്ധിയെ കവിയുന്ന സമാധാനവും ഇവിടെ വെച്ച് നൽകുവാൻ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. ഇവിടെ വെച്ച് തിരുവചനവും വിശുദ്ധ സാക്രമന്തകളും മുഖാന്തരം ദൈവം നമ്മോട് സംസാരിക്കുന്നതായി നാം കേൾക്കുന്നുവല്ലോ. ഇങ്ങനെ നമ്മെ സമീപിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തോട് നാമം അണഞ്ഞുചെന്ന് നമ്മുടെ കൃതജ്ഞതാ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നത് യോഗ്യവും ന്യായവും ആകുന്നു. എന്നാലും നാം പാപം ചെയ്തു പോയിട്ടുള്ളവരും പരിശുദ്ധ സന്നിധി നിൽപ്പാൻ യോഗ്യത ഇല്ലാത്തവരുമാണെന്ന് ഓർത്ത് പരമാർത്ഥ ഹൃദയത്തോടെ, അനുതാപ ഹൃദയത്തോടെ ദൈവകരങ്ങളിൽ മുട്ടുമടക്കി വലുതും ചെറുതുമായ രഹസ്യവും പരസ്യവുമായ കുറവുകളെ ഉണരാൻ ദൈവസന്നിധിയിൽ വിനയപ്പെടാൻ ശാന്തമായി ഈ സുരക്ഷകന്റെ മുഖത്ത് നോക്കാം. അവിടുത്തെ മുഖത്ത് നോക്കുവാൻ ഒരിക്കലും യോഗ്യതയില്ലാത്ത നമ്മെ അവിടെ നിന്ന് പാപക്കറകളെ കഴുകി ശുദ്ധീകരിക്കും എന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അപ്പന്റെ അരികിലേക്ക് അണഞ്ഞു ചെല്ലാൻ, ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ വിചാരത്തിലോ വാക്കിലോ പ്രവൃത്തിയിലോ പിഴച്ചപ്പോഴാൽ ദൈവത്തോടും സഹജീവികളോടും കുടുംബാംഗങ്ങളോടും പിഴച്ചപ്പോഴാൽ ദൈവമേ ക്ഷമിച്ച് മാപ്പ് നൽകി എന്നെ കഴുകണമേ എന്ന് ശാന്തമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആരാധനക്രമം 12ാമത്തെ പുറത്തു കാണുന്ന ഓരോ പാപ സ്വീകാര അപേക്ഷയും ഹൃദയംഗമായി ശ്രദ്ധിച്ച് അതിന്റെ പിന്നാലെ കർത്താവെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ആരാധനക്രമം 12ാമത്തെ പുറം. വിശുദ്ധിയും കൃപയും നിറഞ്ഞ ദൈവമേ, നിറങ്ങിയ ഹൃദയമുള്ളവർക്ക് തന്റെ രക്ഷ നൽകുന്നതിന് എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നവേ, അടിയാറുടെ അഭയാചങ്ങൾ ചെവിക്കൊള്ളുവാൻ കൃപയുണ്ടാകണമേ. കർത്താവെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട എല്ലാ തിന്മകളും പലവിധമായ അനുസരണക്കേടുകളും ഓർത്ത് ഞങ്ങൾ ഹൃദയം നുറുങ്ങി സങ്കടപ്പെടുന്നു. കർത്താവെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നിർമ്മലവും രമ്യവുമായവ ചിന്തിക്കുന്നതിന് തടസ്സമായി ഞങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കുന്ന ചിന്താകുലം, ഭയം, സംശയം, ആശങ്ക, പക എന്നീ ദോഷങ്ങൾ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു. കർത്താവെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ ഹൃദയ കാഠിന്യം, അഹങ്കാരം, ആത്മസംതൃപ്തി, ഞങ്ങൾ മനഃപൂർവ്വമായി ചെയ്തുപോയ അക്രമങ്ങൾ, ഇവയിൽ നിന്ന് ഞങ്ങളെ മോചനം നൽകണമെന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ രഹസ്യ പാപങ്ങൾക്കായും മനഃപൂർവ്വ കുറ്റങ്ങൾക്കായും ഞങ്ങൾ ക്ഷമായാചനം ചെയ്യുന്നു. കർത്താവെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങൾ സംസാരിച്ചിട്ടുള്ള ഈർഷ്യയും കയ്പും നിറഞ്ഞ വാക്കുകൾ ഓർത്തും ഞങ്ങളുടെ പ്രേരണയിൽ സംഭവിച്ചിട്ടുള്ള ശണ്ഠകൾ ഓർത്തും മനുഷ്യരുടെ സ്നേഹവും സമാധാനം ഉണ്ടാക്കുന്നതിന് ലഭിച്ച നല്ല സന്ദർഭങ്ങൾ പാഴാക്കി തോർത്തും ഞങ്ങൾ ദുഃഖിക്കുന്നു. കർത്താവെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. മറ്റുള്ളവർ സഹിക്കുന്ന ന്യായങ്ങളും സങ്കടങ്ങളും കണ്ടിട്ട് അവയപ്പം പോലും ഗണ്യമാക്കാതെ ഞങ്ങൾക്ക് ലഭിച്ച നന്മകൾ മറ്റുള്ളവരുമായി പങ്കിടാതെ ദുരുപയോഗപ്പെടുത്തിയതോർത്തും ഞങ്ങളുടെ സ്വന്തം കാര്യങ്ങളിൽ കാണിച്ച അമിതമായ താല്പര്യമോർത്തും സഹോദര സ്നേഹം കൂടാതെ ജീവിച്ചതോർത്തും ഞങ്ങൾ മഹാസങ്കടത്തോടുകൂടി അങ്ങയെ സമീപിക്കുന്നു.
കർത്താവേ, ഞങ്ങളോട് കരുണ ഉണ്ടാകണമേ. തുറന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ എപ്പോഴും കരുണയുണ്ടാകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകൾ ചെവിക്കൊള്ളുകണമേ. ഞങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകുന്നു. എങ്കിലും അവിടുത്തെ മഹാകരുണ കൊണ്ട് അവയിൽ നിന്ന് ഞങ്ങൾ അഴിച്ചുവിടണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടേതിന് മാത്രമല്ല, സകല ലോകത്തിന്റെ പാപത്തിനും തന്നെ. യഹോവയുടെ മുന്നിൽ കുറ്റമില്ലാത്തവനായി നിർത്തേണ്ടതിന് അവനിപ്പോൾ തന്റെ മരണത്താൽ നമ്മെ നിരപ്പിച്ചു. യേശു ജനത്തിന് വേണ്ടി മരിച്ചു. മാത്രമല്ല, ചിതറിയിരിക്കുന്ന തന്റെ മക്കളെ ഒന്നായിട്ട് ചേർക്കേണ്ടതിന് തന്നെ. യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ ദൈവത്തിന്റെ വലത്തെ ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. പ്രിയ ദൈവമക്കളെ, നമ്മുടെ പാപഭാരത്തെ യേശു സ്വയം സ്വീകരിച്ച് നമുക്ക് മോചനം നൽകി. അവിടെ തടിപ്പിണരാൽ നമുക്ക് സൗഖ്യം നൽകി. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തുതിക്കാൻ, സ്തോത്രം കരയറ്റാൻ, ദൈവത്തിന്റെ പാദത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ. ഇത്രത്തോളം അത്ഭുതകരമായി നമുക്ക് മാപ്പ് നൽകിയ നമ്മുടെ പരമപിതാവിന്റെ പാദങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട്, നമ്മുടെ ദേഹി ആത്മാവിനെ ഏൽപ്പിച്ചുകൊണ്ട് തന്നെ സ്തോത്രവും സ്തുതിയും അറിയിക്കാൻ ആരാധനക്രമം 17-ാമത്തെ പുറത്ത് കാണുന്ന സ്തോത്രാപേക്ഷ നമുക്ക് ഉപയോഗിക്കാൻ. ആരാധനക്രമം 17-ാമത്തെ പുറം. ഓരോ സ്തോത്രാപേക്ഷയുടെ പിന്നാലെയും കർത്താവെ ഞങ്ങളെ സ്തുതിക്കുന്നു എന്ന് പറയാം. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ജനങ്ങളുടെ മേലും അവിടുന്ന് കൃപയാൽ നൽകിയിട്ടുള്ള സകല ദാനങ്ങൾക്ക് വേണ്ടിയും, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവന് വേണ്ടിയും, ഞങ്ങൾക്ക് ജീവിക്കുന്ന ഈ ലോകത്തിന് വേണ്ടിയും കർത്താവെ ഞങ്ങളെ സ്തുതിക്കുന്നു. അവിടുത്തെ കൃപയാൽ ഞങ്ങൾ ഗ്രഹിച്ചിട്ടുള്ള സത്യത്തിനായും, ഞങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന എല്ലാ നന്മയ്ക്കായും, മേലായ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ വഴിനടത്തുന്ന വിശ്വാസത്തിനായും പ്രത്യാശയ്ക്കായും കർത്താവെ ഞങ്ങളെ സ്തുതിക്കുന്നു. ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മനോഹരമായ ഈ പ്രപഞ്ചം, പകൽ, രാത്രി, വേനൽ, മഴ, വീത, കൊയ്ത്ത്, സസ്യാദികൾ എന്നിവയ്ക്ക് വേണ്ടിയും കർത്താവെ ഞങ്ങളെ സ്തുതിക്കുന്നു. സകല സന്തോഷങ്ങൾക്കായും ആശ്വാസങ്ങൾക്കായും കുടുംബസംബന്ധമായ അനുഗ്രഹങ്ങൾക്കായും സ്നേഹിതന്മാർക്കായും സാമൂഹ്യ ജീവിതത്തിലെ നിർമ്മല സന്തോഷം, സ്നേഹം, സഹതാപം എന്നിവയ്ക്കായി കർത്താവെ ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വിജയമാർഗങ്ങൾ, വിദ്യാഭ്യാസം, സാഹിത്യം, കല, സംസ്കാരം എന്നീ വക നന്മകൾക്കായി കർത്താവെ ഞങ്ങളെ സ്തുതിക്കുന്നു. സാമൂഹിക നീതിക്കും മർദ്ദത്തിന്റെ വിമോചനത്തിനും വേണ്ടി പോരാടുന്ന ഭരണാധിപന്മാർ, സാമൂഹ്യ പ്രവർത്തകർ, നിയമനിർമ്മാതാക്കൾ എന്നിവർക്കായി കർത്താവെ ഞങ്ങളെ സ്തുതിക്കുന്നു. ദൈവം ദാനമായി നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, യുവതിവാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർക്കായി കർത്താവെ ഞങ്ങളെ സ്തുതിക്കുന്നു. അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായും പരിശുദ്ധാത്മാവിന്റെ സഹവാസത്തിനായും സഭയിലെ വിവിധ ശുശ്രൂഷകൾക്കായും കർത്താവെ ഞങ്ങളെ സ്തുതിക്കുന്നു. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിലൂടെ യേശുക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ ലഭിച്ചിരിക്കുന്ന വിലയേറിയ സമർപ്പണങ്ങൾക്കായും കർത്താവെ ഞങ്ങളെ സ്തുതിക്കുന്നു. പ്രാർത്ഥിക്കാൻ കൃപയും സ്നേഹവും നിറഞ്ഞ ദൈവമേ, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ആദരങ്ങൾ കൊണ്ട് അങ്ങയെ സ്തുതിച്ചു. ഞങ്ങളെ തന്നെ അങ്ങേക്ക് പ്രതിഷ്ഠിച്ച് ജീവിക്കുന്നതിനും ജീവിതത്താൽ അങ്ങയെ സ്തുതിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പരമായ യഹോവയും ഞങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനം തിരുമുമ്പാകെ പ്രസാദമായിരിക്കുമാറാകട്ടെ. ആമേൻ. എപ്പോഴും കൂടെയുള്ള ദൈവമേ, പുനരുത്ഥാനം ചെയ്ത അങ്ങ് അവിടുത്തെ ആദിത്യത്തിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുന്ന ദൈവമാണ്. ഞങ്ങളുടെ വിഷമതകളിൽ, നിരാശകളിൽ, നഷ്ടപ്പെടലുകളിൽ അവിടുന്ന് തേടിയെത്തി
എല്ലാവിധത്തിലും ഞങ്ങളെ പോഷിപ്പിച്ച് വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന അങ്ങേക്ക് നന്ദി. അങ്ങയുടെ പൊന്നുമുഖത്തെ നോക്കി ആരാധിക്കുന്ന എല്ലാ മക്കളുടെ മേലും കൃപ വരികയും ഞങ്ങളുടെ വീഴ്ചകളെ ഓർക്കാതെ ഞങ്ങളുടെ അരികിലെത്തി ഉയർത്ത ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ ബോധ്യപ്പെടാനും അവിടുത്തെ ശുശ്രൂഷകരായി ജീവിതത്തെ ക്രമീകരിക്കാനും കൃപയുണ്ടാകണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്തീയ ഗീതങ്ങളിൽ 130-ാമത്തെ ഗീതം. ക്രിസ്തീയ ഗീതങ്ങളിൽ 130-ാമത്തെ ഗീതം. എന്നാത്മാവിൻ സ്നേഹമേപ്പനെ എൻ ഹൃദയത്തിൻ ആനന്ദമേ എന്നാരംഭിക്കുന്ന ഗീതം. സങ്കീർത്തനങ്ങൾ 15 നമുക്ക് ഒരുമിച്ച് വായിക്കാം. സങ്കീർത്തനങ്ങൾ 15 1 മുതൽ തീർത്തുള്ള വചനങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും. നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവുകൊണ്ട് കുരുള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരനെ അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, ഭക്ഷണനെ നിതിനായി എഴുതുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ചെയ്തവന്നാലും മാറാത്തവൻ, തന്റെ ദൈവം പരിസ്ഥിതി കൊടുക്കാതെയും കുറ്റമില്ലാത്തതിന് വിരോധമായി കണ്ണൂരി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങി പോവുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദിയെങ്കിൽ എപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ ആമേൻ. നിൽക്കുമ്പോൾ തന്നെ വിശുദ്ധ സുവിശേഷ പാഠഭാഗം ശ്രദ്ധിപ്പീൻ. വിശുദ്ധ
യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം 1 മുതൽ 14 വരെ. അതിനുശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധം ആയിരുന്നു. ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലെ കാനായിലെ നഥനയേലും സബദി മക്കളും യേശുവിന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും വരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിന്റെ വലത്തുഭാഗത്ത് വല വീശുകയും എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് യേശു അവരോട് പറഞ്ഞു. അവർ വീശി മീനിന്റെ പെരുപ്പം ഹേതുമായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവ് ആകുന്നു എന്ന് ശീമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിൽ അധികം ദൂരത്തല്ലായകയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നു. കരക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലിൽ അതിന്മേൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരികയും എന്ന് പറഞ്ഞു. ശീമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കയറിയില്ല. ഈശോരോട്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുകയും എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് അറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തിന്, നീയാ എന്ന് യേശുവിനോട് ചോദിപ്പാൻ തിരിഞ്ഞില്ല. യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. നാം കേട്ട വചനങ്ങൾ നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി യേശു നമ്മെ വഴിനിർത്തുമാറാകട്ടെ. ആമീൻ. നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ഒരുമിച്ച് പറയാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം ആരാധനക്രമം 22-ാമത്തെ പുറം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയമിൽ ബാധിക്കപ്പെട്ട് ജനിച്ചു. പെന്തിയോസ് പിലാത്തോസിൽ കഷ്ടപ്പെട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധ മനസ്സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പ്രധാനത്തിലും നിത്യജീവനെ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് മുട്ടകടക്കാം. ദൈവസന്നിധിയിൽ വിനയപ്പെടണം. ജീവന്റെ നാഥൻ നമ്മോട് കൂടെ ഉണ്ട്. അവിടുത്തെ സാന്നിധ്യം നമുക്ക് പുഷ്ടി നൽകുന്ന, പുതിയ ദൗത്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ കഴിയുന്ന അനുഭവങ്ങളെത്ര. പുനരുത്ഥാനം ചെയ്ത യേശുവിന്റെ ആ അനുഭവം, സ്വീകാരം നമുക്ക് അനുഭവിച്ചുകൊണ്ട് ദൈവപുത്രന്റെ ശുശ്രൂഷയ്ക്കായി ദൈവം നമ്മെ ഒരുക്കേണ്ടതിന് അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക.
യേശുനാഥ ജീവൻ തന്ന സ്നേഹമേ നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ എന്റെ സ്നേഹം നിനക്കു മാത്രം വേറെ ആരും കവരുകില്ല എന്റെതെല്ലാം നിനക്കു മാത്രം എന്നെ മുറ്റും തരുന്നിതാ എന്റെ സ്നേഹം നിനക്കു മാത്രം വേറെ ആരും കവരുകില്ല എന്റെതെല്ലാം നിനക്കു മാത്രം എന്നെ മുറ്റും തരുന്നിതാ ഉയർത്ത കർത്താവേ, ഉയർപ്പിന് ശേഷം ശിക്ഷഗണങ്ങൾ പഴയ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചത് അവിടുന്ന് കാണുകയും അതിൽ നിന്ന് അവരെ ചേർത്തുകൊണ്ട് പൂർവാധികം ശക്തിയുക്തം അങ്ങയുടെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കുകയും ചെയ്തുവല്ലോ. അവിടുന്ന് മൂന്നാമതും ശിക്ഷക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ ഫലശൂന്യമായ പ്രവർത്തനമല്ല, ഫലം നിറഞ്ഞ പ്രവർത്തനം കാഴ്ചവെക്കുവാൻ അവരെ നിയോഗിക്കുകയും അവർക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കി അന്ത്യത്താഴത്തിന്റെ തുടർ പ്രക്രിയ നിർവഹിക്കുവാൻ അവരെ ശക്തരാക്കുകയും ചെയ്തതിനായി ഞങ്ങൾ സ്തോത്രം പറയുന്നു. ഞങ്ങളുടെ ജീവന്റെ പുഷ്ടി അവിടുത്തെ ഇടപെടലിലൂടെയാണെന്ന് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് അങ്ങയുടെ മുഖത്ത് നോക്കുന്നതിനും അങ്ങേ ആരാധിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ നൽകി നടത്തിക്കൊണ്ടിരിക്കുന്നതിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. മനോഹരമായ ഈ പ്രഭാതത്തിൽ ആലയത്തിലായിരിക്കുന്ന ഞങ്ങള്, ഭവനങ്ങളായിരുന്നുകൊണ്ട് ശ്രദ്ധിക്കുന്ന മക്കള്, ദേശനിവാസികള്, ലോകജനതയെ ഞങ്ങളുടെ മക്കളുടെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകം നേരിടുന്ന കൊറോണ എന്ന രോഗബന്ധനത്തിൽ നിന്നുള്ള വിമോചനത്തിനായി പ്രാർത്ഥിക്കുന്നു പിതാവേ. അനേകർ അങ്ങയോട് അപേക്ഷിക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് അവിടുന്ന് കേൾക്കണമേ. ഈ ഒരു പകർച്ചവ്യാധി എന്നുള്ള വിമോചനത്തിനായി ഞങ്ങൾ കേഴുന്നു. ലോകജനത അനുഭവിച്ചിട്ടില്ലാത്ത വൈരുദ്ധ്യമായ ഈ ജീവിത അനുഭവം ലോകജനതയെ വല്ലാതെ കീഴ്മേൽ മറിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ ഉടമസ്ഥനായ ദൈവമേ, ഞങ്ങളുടെ രക്ഷകനായ പിതാവേ, ഞങ്ങളുടെ നടത്തുന്ന ദൈവമേ, ഇതിന് പൂർണ്ണമായ പരിഹാരം അങ്ങ് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ലോകജനതയെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാ ലോകരാഷ്ട്രങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൊറോണ എന്ന രോഗത്തു നിന്നുള്ള വിമുക്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന, പ്രയത്നിക്കുന്ന, അധ്വാനിക്കുന്ന, ചിന്തിക്കുന്ന, ഇടപെടുന്ന സകലരെയും ധൈര്യപ്പെടുത്തുകയും നിരാശപ്പെട്ടു പോകാൻ അനുവദിക്കാമെന്ന് കർത്താവിന്റെ കൃപ കൊണ്ട് നിറച്ച് മുന്നോട്ട് പോകേണ്ട ശക്തി അവന് നൽകുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഭരണകർത്താക്കളിലൂടെ, രാഷ്ട്രീയ നേതാക്കന്മാരിലൂടെ, സാമൂഹ്യ പ്രവർത്തകരിലൂടെ, ശുശ്രൂഷകരിലൂടെ, ശാസ്ത്രജ്ഞന്മാരിലൂടെ, ഡോക്ടേഴ്സിലൂടെ, അഥവാ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ മക്കളിലൂടെ എല്ലാം ദൈവം ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവെ COVID-19 എന്ന വൈറസിന്റെ ശക്തിയെ കെടുക്കത്തക്ക ഔഷധം കണ്ടുപിടിക്കുവാൻ ശാസ്ത്രജ്ഞർക്ക് ബുദ്ധിയും ജ്ഞാനം നൽകണമേ. ഓരോ രാഷ്ട്രത്തിന്റെയും ശാസ്ത്രജ്ഞന്മാർ, വൈദ്യ ചികിത്സകർ,
അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആലോചന നൽകി, സ്വർഗത്തിലെ ദൈവത്തിന്റെ ബുദ്ധി നൽകി, കൃപ നൽകി അതിന് വേഗം പ്രതിവിധി കണ്ടെത്തുവാൻ സഹായിക്കുമാറാകണമെന്ന് കേടുന്നു അമ്മ. അവിടെ നിന്ന് ബുദ്ധി നൽകണമേ, ഞാനും കൃപയും നൽകി അവരെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തങ്ങളുടെ ബന്ധുക്കൾ വിദേശ രാജ്യങ്ങളിലായിരിക്കുന്നവരെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ടാകാം, നിരാശപ്പെടുന്നവരുണ്ടാകാം. ആ കുടുംബാംഗങ്ങളെ ദൈവം ധൈര്യപ്പെടുത്തുകയും വിദേശങ്ങളിലായിരിക്കുന്ന എല്ലാ മക്കളെയും കണ്ണിലെ കൃഷ്ണമണിയെ സൂക്ഷിക്കുന്നവരെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാലങ്ങൾ ഇന്ത്യക്കായി പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ കൃപ എല്ലാ മക്കളും എല്ലാ സംസ്ഥാനവും അനുഭവിക്കാൻ ഒരുക്കുമാറാകണമേ പിതാവേ. ഇന്ത്യൻ പ്രധാനമന്ത്രി തുടർന്നുള്ള എല്ലാ ഭരണകർത്താക്കന്മാരിലൂടെയും ദൈവം ഇതിനൊരു പ്രതിവിധിക്ക് വേണ്ടി ഉള്ള പരിശ്രമത്തെ അംഗീകരിച്ച് സമാധാനത്തോടെ സ്വസ്ഥതയോടെ ജീവിതങ്ങളെ മുന്നേറ്റ് നയിക്കുവാനും അവരുടെ കാര്യാതകൾ ചെയ്ത് ദൈവത്തിന്റെ കൃപ അനുഭവിക്കണമേ കർത്താവേ. ഞങ്ങളുടെ സംസ്ഥാനത്തെ ഓർക്കുന്നു. കർത്താവിന്റെ കൃപ എല്ലാ മക്കളും അനുഭവിക്കട്ടെ. മുഖ്യമന്ത്രി, മറ്റു മന്ത്രിമാർ, കർത്താവെ, കളക്ടർ, മറ്റുള്ള എല്ലാവരിലൂടെയും ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മഹാടയെ ഓർക്കുന്നു. അഭിബന്ധ ബിഷപ്പ് തിരുമനസിനെയും ഔദ്യോഗിക ഭാരങ്ങൾ എല്ലാവരെയും കരുതണമേ. അവിടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഇടപെടലുമെല്ലാം കർത്താവെ ഞങ്ങളുടെ ലോകജനതയ്ക്കും ഇന്ത്യക്കും ഒരു വിമോചനത്തിന് മുഖാന്തരമാക്കി അംഗീകരിക്കുമാറാകണമെന്ന് കേഴുന്നു. ഞങ്ങളുടെ സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും ദൈവം കരുതണമേ. സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, വേദനിക്കുന്ന ജീവിതങ്ങളിൽ ദൈവത്തിന്റെ സഹായം അതാ സമയത്ത് നൽകണമേ. ഞങ്ങളുടെ സഭ മറ്റുള്ളവരെ കരുതാൻ, ദേശത്തെ കരുതാൻ അതിനുള്ള വഴികൾ നീ ഒരുക്കണമേ. ആവശ്യത്തിലിരിക്കുന്നവരെ കരുതുവാൻ, വേദനിക്കുന്നവരെ ആശ്വാസം നൽകുവാൻ, കർത്താവെ രോഗികൾക്ക് സൗഖ്യദായകമായ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളുടെ സഭയിലെ എല്ലാ മക്കളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിൽ നിന്ന് ദേശരാജ്യങ്ങളിലായിരിക്കുന്ന കുടുംബമായും വ്യക്തിപരമായി ആയിരിക്കുന്ന നിന്റെ മക്കൾക്കായി പ്രാർത്ഥിക്കട്ടെ. എല്ലാ മക്കളെ ദൈവം കരുതി അനുഗ്രഹിച്ച് സുരക്ഷിതമായി സൂക്ഷിക്കുമാറാകണം. പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മക്കളെ ഞാൻ ഓർക്കട്ടെ. വിദേശ രാജ്യങ്ങളിൽ പഠനങ്ങളിലായിരിക്കുന്ന മക്കളുടെയും കരുണ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു തടസ്സം ഉണ്ടാകാതെ ദൈവം നിന്റെ മക്കളെ കാത്ത് ആ കുടുംബാംഗങ്ങളെ അത്ഭുതകരമായി ധൈര്യത്തോടെ മുന്നേറാനുള്ള ശക്തി നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. ദൈവത്തിന്റെ കൃപ എല്ലാവരുടെ പേരും ചെയ്യണമേ. രാജ്യസേവനങ്ങൾ അയക്കുന്നവരുണ്ട്, ട്രെയിനിങ്ങിൽ അയക്കുന്നവരുണ്ട്, ഔദ്യോഗിക രംഗങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന മക്കളുണ്ട്. ദൈവത്തിന്റെ കരുതലിൽ അവരെ സുരക്ഷിതമായി സൂക്ഷിക്കണമേ. ദൈവമേ, വിശപ്പിന് ആഹാരമില്ലാതെ വല്ലാതെ ഭാരപ്പെടുന്ന ജനത ദേശത്തിലും സഭയിലും രാജ്യത്തിലും ഉണ്ടല്ലോ. അതിനൊരു പരിഹാരങ്ങൾ ദൈവം നൽകി കരുതിക്കൊള്ളുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ഇടപെടലും പ്രവർത്തനവും സ്നേഹവും കരുതലും ഞങ്ങൾ അനുഭവിക്കാൻ ഒരുക്കമാകണമേ. ആരാധനകൾക്ക് സഭകളെ തുറക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെ ദൈവമേ രോഗബന്ധനം മാറുന്നതിലൂടെ ഞങ്ങൾക്ക് നൽകി കരുതിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള വഴികളെ സർവശക്തന്റെയും തുറക്കണമേ. ഒരിക്കലും നിരാശപ്പെട്ടു പോകാതെ ജീവിതം ആരാധനയായി മാറ്റുവാൻ, ഭവനങ്ങൾ ആരാധനയായി മാറ്റുവാൻ, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരാധനയുടെ ഒരു യാഗമായി തീർക്കുവാൻ സ്വർഗസ്ഥതയും ഒരുക്കി കരുതിക്കൊള്ളുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരാധനയെ പങ്കെടുത്തിരിക്കുന്ന എല്ലാ മക്കളെ ഓർക്കട്ടെ. ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന, ആരാധന അനുഭവിക്കുന്ന എല്ലാ മക്കളും പൂർണ്ണ സമാധാനവും പൂർണ്ണാശ്വാസവും പൂർണ്ണ വിടുതലുള്ളവരായി തീരുമാനമെടുക്കണമേ. സഭയിൽ രോഗികളായി കഴിയുന്ന എല്ലാവരെയും വ്യക്തിപരമായി അവിടെ കാണുമല്ലോ. സൗഖ്യദായകനായ കർത്താവിന്റെ അത്ഭുതാശ്വാസം പൂർണ്ണമായി വ്യക്തിപരമായി എല്ലാവർക്കും നൽകുമാറാകണം പിതാവേ. കർത്താവിന്റെ കൃപ അവരനുഭവിക്കട്ടെ. വെച്ചാൽ സഭാ കമ്മിറ്റി നിങ്ങൾ ഓർക്കുന്നു, എല്ലാ കുടുംബങ്ങളെയും ഓർക്കുന്നു. വാർദ്ധക്യത്തിലെ മാതാപിതാക്കളെ ശക്തീകരിച്ച് ബലപ്പെടുത്തണമേ. യൗവനത്തിലെ മക്കളെ ആത്മനിർഭരരാക്കി തീർക്കണമേ. കൊച്ചുമക്കളുടെ മേൽ കൃപ വരണമേ. ദേശത്തിലെ എല്ലാവരെയും ഓർക്കട്ടെ. ക്രിസ്തുകാരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ദേശത്തിലെ നിവാസികളെയും ആത്മാവിന്റെ ചൈതന്യം കൊണ്ട് ദൈവം മൂടി നിറച്ച് സ്വസ്ഥതയും സമാധാനവും ആരോഗ്യവും ദൈവകൃപയും കൊണ്ട് നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ മേൽ കൃപ വരണമേ. ദൈവവചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആവശ്യമുള്ള തോത് നിങ്ങൾക്ക് നൽകി സഹായിക്കണം. എല്ലാം അങ്ങയിൽ ഏൽപ്പിക്കട്ടെ. യേശുവിലുള്ള പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, തിരുനാമം വിശദീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുയിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാവക്കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷകർത്താതെ ദുഷ്ട
രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങുള്ളതാകുന്നുവല്ലോ. ആമേൻ. നമുക്കെല്ലാവരും എഴുന്നേറ്റ് നിന്ന് ക്രിസ്തീയ ഗീതങ്ങളിൽ 63-ാമത്തെ ഗീതം, ഒന്നാമത്തെ അവസാനത്തെ ചരണങ്ങൾ മാത്രമാണ്. 63-ാമത്തെ ഗീതം. സ്വർഗസ്ഥ ദൈവമേ, അവിടുത്തെ വചനത്തിന്റെ സാരം ഞങ്ങളെ കേൾപ്പിക്കണമേ. അങ്ങയുടെ വചനം ഞങ്ങളുടെ കാലിന് ദീപമായി പാതയ്ക്ക് പ്രകാശമാക്കി ശോഭിക്കുമാറാകണമേ. വചനത്തിന് വേണ്ടി കഴിയുന്ന ഞങ്ങളിൽ നിറയട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹപൂർണമായ പ്രഭാതത്തിനായി സ്തോത്രം. സന്നിഹിതരായിരിക്കുന്ന ഏവർക്കും, ഈ ആരാധന അനുഭവിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം, ഒപ്പം അനുഗ്രഹങ്ങളെ ആശംസിക്കുകയും ചെയ്യട്ടെ. ക്രിസ്തുവിന്റെ ആതിഥ്യത്തിലേക്കുള്ള ക്ഷണം എന്നതാണ് ഇന്നത്തെ വിഷയം. നാം വായിച്ചു കേട്ട വിശുദ്ധ സുവിശേഷ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് ശാന്തമായി ചിന്തിക്കാം. അനുഭവം സൂര്യഘടികാരം പോലെയാണ്. സമയം അറിയേണ്ടപ്പോൾ ഞാൻ അതിൽ നോക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എന്താണെന്നും എവിടെയാണെന്നും എനിക്ക് പറയാനാകില്ല. സൂര്യനെ മേഘം മറച്ചാൽ സൂര്യഘടികാരം കൊണ്ട് എനിക്കൊരു പ്രയോജനവും ഇല്ല, അഥവാ എനിക്കൊരു ഗുണവുമില്ല. എന്നാൽ അപ്പോഴാണ് എന്റെ വിശ്വാസം അതിന്റെ ശ്രേഷ്ഠതയിൽ എത്തുന്നത്. മേഘത്തെ തുളച്ചു കയറുന്ന എന്റെ വിശ്വാസം എന്റെ ഉള്ളിന്റെ അവസ്ഥയായിരുന്നു. ഘടികാരത്തിന്റെ നിഴലിൽ നോക്കിയല്ല, മറിച്ച് ആകാശത്തിൽ സൂര്യന്റെ സ്ഥാനം നോക്കി തന്നെയാണ്. എല്ലാ അനുഭവങ്ങളെക്കാളും ശ്രേഷ്ഠമായതാണ് വിശ്വാസം. കുറച്ച് ചാഞ്ചല്യവും കൂടുതൽ സ്ഥിരതയുമുള്ളത് അത് കൃപയുടെ വേരാണ്. അനുഭവങ്ങളാകട്ടെ അതിന്റെ പുഷ്പങ്ങളും മനോഹരമായ മുട്ടുകൾ. പ്രസക്തിയാർജിച്ച പ്രസംഗകൻ സ്പർജന്റെ ഈ വാക്കുകൾ വളരെ അർത്ഥവത്തുള്ളതാണ്. പുനരുത്ഥാനത്തിന്റെ സമഗ്രമായ അർത്ഥത്തെ വിശദമാക്കുന്ന വേദഭാഗമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം ആദ്യ ഭാഗം. ഉയർപ്പിന്റെ സാക്ഷികളിലൂടെയാണ് പുനരുത്ഥാനത്തിന്റെ യാഥാർത്ഥ്യം വെളിവാകുന്നത്. ഒരുപക്ഷെ യേശുവിന്റെ ക്രൂശ് മരണം ശിഷ്യന്മാർ വലിയ ശൂന്യത വരുത്തി.
അഥവാ ശൂന്യത ഉളവാക്കി. അതുകൊണ്ടാണ് ശിഷ്യന്മാർ പുനരുത്ഥാനം ചെയ്ത യേശുവിനെ കാത്തിരിക്കുന്നതിന് പകരം അവിടെ പഴയ തൊഴിൽ തേടി ഓടുന്നത്. പഴയ തൊഴിൽ തേടി ഓടുന്ന ശിഷ്യരെ നിരാശപ്പെടുത്തുകയല്ല, തന്റെ ശിഷ്യരെ പുനരുത്ഥാനത്തിന്റെ ആത്യന്തികമായ ജീവൻ എന്ന അനുഭവം നൽകാൻ യേശു ഇവിടെ ആഗ്രഹിക്കുന്നു. ഒരു ഭാഗത്ത് നിരാശ കൊണ്ട് പുറംവലിക്കുന്ന ശിഷ്യര്, മറുഭാഗത്ത് പുറംവലിക്കുന്ന ശിഷ്യരെ ചൈതന്യത്തോടെ സ്വീകരിക്കുവാൻ ഒരുങ്ങുന്ന ക്രിസ്തു. വിശുദ്ധ യോഹന്നാൻ 21 അധ്യായം 1 മുതൽ 14 വരെ നാം നോക്കുമ്പോൾ യേശു മൂന്നാമത്തെ പ്രാവശ്യം ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെടുന്നു. ഈ പ്രത്യക്ഷതയിൽ പത്രോസിന്റെ നേതൃത്വത്തിലുള്ള 7 ശിഷ്യന്മാരുടെ ഒരു സമൂഹത്തെ അവിടെ അവതരിപ്പിക്കുന്നു. അന്ന് യഹൂദ പശ്ചാത്തലത്തിൽ 7 എന്ന സംഖ്യ ഒരു പൂർണ്ണതയുടെ പ്രതീകമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പത്രോസിന്റെ കൂട്ടായ്മയിലുള്ള 7 ശിഷ്യന്മാരുടെ സമൂഹം ശൈകിക കൂട്ടായ്മയിലുള്ള ശിക്ഷഗണത്തെ അഥവാ ശിഷ്യത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഈ 7 ശിഷ്യന്മാരിൽ 3 പേർ സാർവത്രിക സഭയുടെ ത്രിമാനപരമായ പാരമ്പര്യങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്ന് നമുക്ക് പറയാം. തങ്ങളുടെ മാനുഷികമായ സ്വപ്നങ്ങൾ തകർന്ന പശ്ചാത്തലത്തിൽ ശിഷ്യത്വം ഉപേക്ഷിച്ചു പോകാൻ തന്നെ ശിഷ്യർ തീരുമാനിച്ചു. അതുകൊണ്ടാണ് അവർ മീൻ പിടിക്കാൻ തന്നെ പുറപ്പെട്ടത്. അവരെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാനാണ് യേശു വിളിച്ചത്. എന്നാൽ മനുഷ്യരെ പിടിക്കുവാനുള്ള പൗരോഹിത്യ വിളി പത്രോസ് ഉപേക്ഷിച്ച് പഴയ ജീവിതത്തിലേക്ക് പോകുമ്പോൾ കൂടെയുള്ള 6 പേരും അത് അംഗീകരിച്ച് ആ വഴി സ്വീകരിക്കുവാൻ ഒരുങ്ങുന്നു. നമുക്കറിയാം, മീൻപിടുത്തത്തിൽ നിന്നാണ് ശിഷ്യത്വത്തിലേക്ക് വന്നത്. എന്നാൽ അതേ പ്രവൃത്തി ചെയ്യാൻ അഥവാ സ്വീകരിക്കുന്നതിന് അവർ തയ്യാറാണ്. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറന്നോട്ട് നോക്കുന്നവനാര് ശുശ്രൂഷയ്ക്ക് കൊള്ളാവുന്നവനല്ല എന്ന് യേശു തന്നെ പഠിപ്പിച്ച വചനം പത്രോസ് ഉൾക്കൊള്ളുന്ന സമൂഹം മറന്നുപോയി. വാസ്തവത്തിൽ അവർ മീൻ പിടിക്കാൻ പോയി, കഠിനമായി അധ്വാനിച്ചു. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. നമുക്കറിയാം, നമ്മുടെ അധ്വാനങ്ങൾ കഠിനമാണ്, വളരെയാണ്. പക്ഷെ അത് ഫലവത്താക്കി തീർക്കുന്നത് അതിലുടമസ്ഥനായ ക്രിസ്തുവാണ്. കർത്താവില്ലാത്ത കഠിനാധ്വാനമായാലും ഒന്നും കിട്ടില്ല. ഒരുപക്ഷെ ഇന്ന് കാണുന്ന വിധത്തിലുള്ള ധനമോ പ്രൗഢിയോ സ്ഥാനങ്ങളോ പദവികളോ നമുക്ക് ഉണ്ടാക്കാം. വ്യക്തിത്വം ലഭ്യമല്ല. ശിഷ്യത്വത്തിന്റെ അർത്ഥം അതിലൂടെ കണ്ടെത്താൻ കഴിയില്ല. വ്യക്തികളാക്കി തീർക്കുവാൻ ഒരിക്കലും ക്രിസ്തുവില്ലാത്ത പ്രവർത്തനം കൊണ്ട് സാധ്യമല്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. യേശു പറഞ്ഞുവല്ലോ, ഞാൻ സാക്ഷാൽ മുന്തിരി വെളിയിൽ നിങ്ങൾ കൊമ്പുകൾ വാങ്ങുന്നതാണ്. വള്ളിയിൽ ബന്ധമില്ലാതെ അഥവാ മുന്തിരിയിൽ ബന്ധമില്ലാതെ ക്രിസ്തുവിൽ വസിച്ചിട്ടല്ലാതെ ഒരു ഫലവും കൊടുക്കാൻ ആർക്കും സാധ്യമല്ല. കാരണം അതിനുള്ള ശക്തിയും ജലവും ജീവാംശമെല്ലാം ലഭ്യമാക്കി തരുന്നത് ക്രിസ്തു വന്ന മുന്തിരി തന്നെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ശിഷ്യത്വം ഉപേക്ഷിച്ച് തനിയെ നടത്തിയ അധ്വാനം ഫലശൂന്യമായിരുന്നു, ഒന്നും
പശ്ചാത്തലത്തിലാണ് യേശു ശിഷ്യർക്ക് മൂന്നാമതും പ്രത്യക്ഷപ്പെടുന്നത്. ഒരു പ്രഭാതത്തിൽ അവിടെ അധ്വാനത്തിന്റെ നിരാശ എന്ന ഫലവുമായി കരയ്ക്ക് അടുക്കണമായപ്പോൾ യേശു അവിടെ അടുക്കൽ എത്തുന്നു. അവർക്ക് യേശുവാണെന്ന് ഒരുപക്ഷെ ആദ്യം മനസ്സിലായില്ല. കുഞ്ഞുങ്ങള് കൂട്ടുവാൻ വല്ലതുമുണ്ടോ യേശു ചോദിക്കുമ്പോൾ ഇല്ല എന്ന മറുപടി പറയുന്നു. ഇവിടെ എന്ന പദം യേശുവിന് ശിഷ്യരോടുള്ള വാത്സല്യത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. നാം എത്ര അന്യപ്പെട്ടു പോയാലും എത്ര പിന്മാറിപ്പോയാലും നമ്മെ കൊച്ചുമക്കളെ പോലെ കരുതുന്ന, ആദരിക്കുന്ന, സ്നേഹിക്കുന്ന യേശു രക്ഷകന്റെ സാന്നിധ്യം, വാത്സല്യം നമ്മൾ മറന്നു പോകരുത്. എന്നിട്ട് യേശു അവരെ കരുതുന്നു. കുഞ്ഞുങ്ങളെ വള്ളത്തിന്റെ വലത്തുഭാഗത്ത് വല വീശുകയും വാസ്തവത്തിൽ അവർ എങ്ങനെ വീശണമോ വീശണമോ ഒന്നും മടിച്ചു നിൽക്കാതെ അവർ കൃത്യമായി വല വീശുന്നു. ധാരാളം മീൻ ലഭിച്ചു. നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രത്യേക ചിന്ത, എത്ര നിരാശപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ എത്ര പരിശ്രമിച്ചിട്ട് പരാജയമെന്ന് തോന്നുന്ന അനുഭവങ്ങളുണ്ടെങ്കിലും യേശുവിന്റെ വാക്കനുസരിച്ച അനുഗ്രഹം തന്നെ എന്ന് നമ്മൾ മറന്നു പോകരുത്. നമുക്കറിയാം, കാനാവിൽ കല്യാണ വീട്ടിൽ യേശുവിന്റെ അമ്മ ആ ശുശ്രൂഷക്കാരോട് പറഞ്ഞു, യേശു എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അതുപോലെ ചെയ്യും. യേശു പറഞ്ഞ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറച്ചു കോരി കൊടുക്കുകയും കൊടുത്തപ്പോഴാണ് മനസ്സാകുന്നത് ഏറ്റവും വീര്യമുള്ള ഗുണമേന്മയുള്ള വീഞ്ഞായി മാറി എന്ന്. രാജഭൃത്യന്റെ പുത്രനെ സൗഖ്യമാക്കുവാൻ യേശുവിന്റെ അടുക്കൽ എത്തുമ്പോൾ യേശു പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ആ മനുഷ്യൻ വീട്ടിലെത്തപ്പോൾ മകൻ ജീവിച്ചിരിക്കുന്നു. യേശു എന്ത് പറഞ്ഞാലും അതുപോലെ അനുസരിച്ച അനുഗ്രഹവും നന്മയുമുണ്ട് എന്ന് യേശു ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ശിക്ഷനനുസരിച്ചപ്പോൾ 153 വലിയ മീനുകൾ ലഭിച്ചു. ഇത്രയും പെരുത്ത മീൻകൂട്ടമുള്ള വല അത് കീറേണ്ടതാണ്. പക്ഷെ അതിനൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് പലവിധത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഒന്ന്, സഭയെ പ്രതിനിധീകരിക്കുന്ന ഒരു പദമാണ് ഇത്. അഥവാ മറ്റൊരു വിധത്തിൽ പറഞ്ഞ ലോകത്തിലുള്ള സകല ജനത്തെയും ഉൾക്കൊള്ളുന്നതാണ് ഈ വല, സഭയെന്ന വല. കടലിലെ എല്ലാത്തരം മീനുകളും ഈ വലയിൽ ഉൾക്കൊള്ളുന്നു. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അന്ന് കടലിൽ 153 ഇനം വിധത്തിലുള്ള മീനുണ്ട് ആയിരുന്നു എന്നും എല്ലാ ഐറ്റം മീനിൽ നിന്നും, എല്ലാ വിധത്തിലുള്ള മീനിൽ നിന്നും ഈ വലയ്ക്കകത്ത് വലയിലൂടെ ലഭിച്ചു എന്നും വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നു. വാസ്തവത്തിൽ ഈ വല, സഭയെന്ന വല, വലത്തെ ഭാഗത്ത് യേശുവിന്റെ വാക്കനുസരിച്ച് വീശുകയാണെങ്കിൽ പെരുത്ത മീൻകൂട്ടം, പ്രതീക്ഷിക്കാത്ത ആത്മീക ചൈതന്യമുള്ള ഒരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും. സഭയിൽ ദൈവസ്നേഹമെന്ന വല കീറുമ്പോൾ സഭ സൂക്ഷിക്കുന്നു. പാപത്താൽ ചിന്നിച്ചിതറിയ മനുഷ്യരെ പുനരുത്ഥാനം ചെയ്ത യേശു സഭയിലൂടെ ഒന്നിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അഥവാ പാപത്താൽ ചിതറപ്പെട്ട ദൈവ മനുഷ്യ ബന്ധങ്ങൾ ദൈവസ്നേഹമെന്ന ഒരു വലയിൽ ഒന്നിക്കുന്നു. ദൈവികമല്ലാത്ത മാനുഷികമായ ചിന്തകൾ, ശുശ്രൂഷകളിൽ പരാജയമാണ്, ജീവിതത്തിൽ പരാജയം തന്നെയാണ്. ഇവിടെ ഈ വലയിൽ എല്ലാ മീൻ ഉൾക്കൊള്ളുമ്പോൾ ഇതുവരെ ഇല്ലാത്ത ആനന്ദവും
സന്തോഷവും സമാധാനവും അവർക്ക് ലഭിക്കാൻ സാധിക്കുന്നു. ഇത് സൗഭാഗ്യമാണ്. സകലരെയും യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിലേക്ക് ആകർഷിക്കപ്പെടുന്ന അനുഭവം, സകലരെയും ദൈവസ്നേഹമെന്ന യേശുവിന്റെ അനുഭവത്തിൽ ഉൾക്കൊള്ളുന്ന അവസ്ഥ, അഥവാ യേശുവിലേക്ക് ആകർഷിക്കപ്പെടുന്ന അനുഭവം. ഇത് കഴിയുമ്പോൾ യേശു അവരോട് പറയുന്നു, വന്ന് പ്രാതൽ കഴിച്ചുകൊണ്ടേ. ഒരു ശിഷ്യനും നീ ആരെന്ന് ചോദിക്കാൻ തുനിഞ്ഞില്ല. അവർക്ക് മനസ്സിലായി ഇത് യേശുവാണ് എന്ന്. ഒരുപക്ഷെ യേശുവിന്റെ പ്രവർത്തനം നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ അനുഭവിക്കുന്ന നന്മയിലൂടെയായിരിക്കും. അതുവരെയും നമുക്ക് മനസ്സിലാക്കില്ല. എന്നാൽ ശ്രദ്ധിക്കണം, നിരാശയുടെ മധ്യയും വേദനയുടെ മധ്യയും കൊറോണ എന്ന രോഗബാധയുടെ അനുഭവത്തിൽ യേശുവിന്റെ കരുതലുണ്ട്, അവസാനത്തോടെ യേശു കൂടെയുണ്ട് എന്ന് നമ്മൾ ഓർക്കുന്നത് നമുക്ക് നല്ലതാണ്. വിശപ്പുണ്ട്, ക്ഷീണമുണ്ട്, നിരാശയുണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യം പ്രഭാത ഭക്ഷണമാണ്. ആ പ്രഭാത ഭക്ഷണം യേശു ശാന്തമായി ഒരുക്കി അവർക്ക് വച്ചിരുന്നു. സ്നേഹിക്ക ഉണ്ണി നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും എന്ന് കവി പറയുന്നത് എത്രയോ അർത്ഥവത്തമാണ്. വിശക്കുന്നവന് അപ്പം നൽകുന്നത്, വേദനിക്കുന്നവനെ ആശ്വസിപ്പിക്കുന്നത്, തടവിലായിരിക്കുന്നവനെ ചെന്ന് കാണുന്നത്, ദരിദ്രനെ പോഷിപ്പിക്കുന്നത്, ഇതാണ് ദൈവസ്നേഹമെന്ന അനുഭവത്തിന്റെ അർത്ഥം എന്ന് നമ്മൾ മറന്നുപോകരുത്. ഇപ്പോൾ നമുക്കെന്താണ് ആവശ്യം അതാ സമയത്ത് നൽകാൻ ശിഷ്യർക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കി കൊടുത്ത കർത്താവിന് കഴിയും. നമ്മൾ അതിൽ ഉറച്ച് വിശ്വസിക്കണം. യേശു അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു, അതുപോലെ മീനും. ഇവിടുത്തെ പ്രഭാത ഭക്ഷണം യേശു ഒരുക്കിയ അന്ത്യ അത്താഴത്തിനൊരു നിഴലാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു. ഒരു തിരുവത്താഴും കൂടെ ഉയർത്ത ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിലേക്ക് വിശ്വാസികളുടെ കണ്ണുകൾ തുറക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വേദിയാണ് വിശുദ്ധ കുർബാന അഥവാ അത്താഴം. നമ്മുടെ മുന്നിലുള്ള കർത്താവിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അപ്പോൾ തിരുവത്താഴത്തിന്റെ ഐക്യവും സ്നേഹവും കരുതലും പൂർണ്ണമായി നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നത് ഒഴികെ ബാക്കിയെല്ലാം ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് വിലയില്ലാത്തതാണ്. ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് വിലയില്ലാത്തതാണ്. യേശുക്രിസ്തുവിന്റെ ഈ ആതിഥേയത്തിലേക്ക് വന്ന് പ്രവർത്തിക്കാൻ ഇന്ന് സഭയ്ക്ക് വേണ്ടത് തിരിച്ചറിയണം. യേശുവാണ്. യേശുവിന്റെ നമ്മോടുള്ള മനോഭാവം എന്താണ്? ഈ ഒരു തിരിച്ചറിവെങ്കിലും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ യേശുവിന്റെ ആതിഥേയത്തിലേക്ക് നമുക്കും എത്തിച്ചേരാൻ സാധിക്കും. ആ പ്രവർത്തനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് കഴിയും. സ്വന്തം വ്യക്തിത്വത്തെയും ദർശനത്തെയും ദൗത്യത്തെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് ഈ നാളുകളിൽ ഈ വേദനിക്കുന്ന അനുഭവങ്ങളിൽ ലോകജനത കണ്ണുനീർ തൂകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞ പക്ഷം ഈ തിരിച്ചറിവെങ്കിലും നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയണം. ഓരോ വ്യക്തികളെയും കുറിച്ച്, ഓരോ കുടുംബങ്ങളെയും കുറിച്ച് ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. കഠിന പ്രയത്നമായാലും ദൈവഹിതമല്ല എങ്കിൽ, ഞാൻ ആദ്യമേ പറഞ്ഞു, ഫലം ശൂന്യമാണ്, ഒന്നും കിട്ടത്തില്ല. നമുക്ക് പേരെടുക്കാൻ, വലിയ പന്തലിൽ പ്രസംഗിക്കാൻ, പ്രാർത്ഥിക്കാം. പക്ഷെ വ്യക്തിത്വങ്ങൾ വാർത്തെടുക്കാനോ ആത്മാർത്ഥമായ സമാധാനവും സന്തോഷവും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിനോ സാധ്യമല്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ ഇവിടെ ശിഷ്യന്മാരുടെ നിയോഗം മനുഷ്യരെ പിടിക്കുന്നതാണ്. അവരത് മറന്നു എന്ന് പറഞ്ഞാൽ നമ്മെ ഈ ലോകത്ത് ആക്കിത്തീർത്തിരിക്കുന്നത് തകർന്നവരെ കരുതാൻ, രോഗികൾക്ക് സൗഖ്യമില്ല, ബലഹീനരെ താങ്ങാൻ, നഗ്നരെ ഉടിപ്പിക്കാൻ,
വിശപ്പുള്ളവർക്ക് ഭക്ഷണം നൽകാം. ഏറ്റവും ചെറിയവരിൽ ഒരുത്തിന് ചെയ്തതെല്ലാം എനിക്ക് ചെയ്തു എന്ന് യേശുരക്ഷകൻ പറഞ്ഞത് നമ്മൾ ഇവിടെ ഓർക്കുക. ഈ തിരിച്ചറിയില്ല എത്ര കഠിന പ്രയത്നം ചെയ്താലും വിജയത്തിലേക്ക് എത്താമെന്ന് നമുക്കൊരിക്കലും ചിന്തിക്കാൻ ആവില്ല. യേശു ശിഷ്യരുടെ അടുക്കലെത്തി പ്രഭാത ഭക്ഷണം കൊടുത്തു. അവിടെ നിയോഗത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി അവരെ ശക്തരാക്കി. പൗലോസ് ഒരിക്കൽ പറഞ്ഞു, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. പുനരുത്ഥാനം ചെയ്ത യേശുവിന്റെ ആതിഥേയത്തിലേക്ക് നമുക്ക് ചെന്നെത്താം. അവൻ നമ്മെ മുട്ടിക്കൊണ്ടേയിരിക്കുന്നു, ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. വാതിൽക്കൽ നിന്ന് ഞാൻ മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഈ ഒരു വിളി, ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതങ്ങളിൽ ഈ നാളുകളിൽ അർത്ഥവത്തായി പഠിക്കാൻ കഴിയണം. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, പകലിന് സൂര്യൻ എന്താണ്, രാത്രിക്ക് ചന്ദ്രൻ എന്താണ്, പൂവിന് മഞ്ഞ് എന്താണ്, അതുപോലെയാണ് യേശുക്രിസ്തു എന്ന് ഓർക്കണം. വിശക്കുന്നവന് അപ്പം എന്താണ്, നഗ്നന് വസ്ത്രം എന്താണ്, വേദനിക്കുന്നവന് സമാധാനം എന്താണ്, മരുഭൂ സഞ്ചാരിക്ക് പാറയുടെ തണൽ എന്താണ്. അതുപോലെയാണ് നമുക്ക് യേശുക്രിസ്തു എന്ന ബോധ്യം എപ്പോഴും ഉണ്ടാകണം. ഭർത്താവ് ഭാര്യയ്ക്ക്, തല ശരീരത്തിന്, അതുപോലെയാണ് നമുക്ക് യേശുക്രിസ്തു. ഒരിക്കലും വേർപിരിയാൻ കഴിയാത്ത അനുഭവത്തിൽ യേശു നമ്മോട് കൂടെ ഉണ്ട്. അതാത് സമയത്ത് നമുക്ക് ആവശ്യമുള്ളത് നൽകി നടത്താൻ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, നദി കടലിനെ തേടുന്നത് പോലെ യേശുവേ ഞാൻ നിന്നെ തേടുന്നു. ഞാൻ നിന്നിൽ ലയിക്കട്ടെ, നിന്നിൽ ആനന്ദം കണ്ടെത്തട്ടെ, നിന്നെ കണ്ടുകൊള്ളട്ടെ. എന്റെ ജീവിതം എന്നതേക്കുമായി നിന്നിൽ ലയിച്ചു ചേരട്ടെ. ഒരു പ്രഭാത ഭക്ഷണം, ഒരു നല്ല ആരംഭം, നല്ല ദൗത്യത്തിലേക്കുള്ള ഒരു വിളി. ഇത് ശിഷ്യർക്ക് ലഭിച്ചതുപോലെ നമുക്കും ഈ പ്രഭാതത്തിൽ ലഭിക്കട്ടെ. പത്രോസിനെ പാറയാക്കിയതുപോലെ, ആ പലനെ സഭ പണിയതുപോലെ ഉറപ്പുള്ള വിശ്വാസികളെ ഉറപ്പുള്ള ചൈതന്യത്തോടെ നേടിയെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ആമേൻ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. അവിടുത്തെ ആതിഥേയത്തിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുകയും അതിലൂടെ അതാത് സമയത്ത് ആവശ്യമുള്ളത് നൽകി വൃഥാ പ്രയത്നങ്ങളെ മാറ്റി ഫലവത്തായ ശുശ്രൂഷയ്ക്കായി ഞങ്ങളെ നിയോഗിക്കുകയും ചെയ്യുന്ന സ്വർഗസ്ഥതയുണ്ട്. ഉയർത്ത ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ മറന്ന് പത്രോസ് ഉൾപ്പെടുന്ന 7 ശിഷ്യർ പഴയ ജീവിതം തേടി ഓടുമ്പോൾ തേടിയെത്തി കണ്ടുമുട്ടി അവിടെ ആവശ്യമറിഞ്ഞ് അവരെ പോഷിപ്പിച്ച് ദൗത്യ നിർവഹണത്തിൽ ശക്തി നൽകിയ അങ്ങയുടെ പാദങ്ങളിൽ ഞങ്ങളും ഏൽപ്പിക്കുന്നു. സ്വയമേ ഞങ്ങൾക്കൊന്നും കഴിവില്ല, സാധ്യമല്ല. അങ്ങയുടെ പൂർണ്ണ ചൈതന്യം ഞങ്ങൾക്കും സഭയ്ക്കും ദേശത്തിനും പകരണമേ. ഈ ആരാധനയിലൂടെ എല്ലാ മക്കളും ധന്യരായി തീരട്ടെ. ശബ്ദം ശ്രദ്ധിക്കുന്നവർ, ഇതനുഭവിക്കുന്നവർ എല്ലാവരും ആത്മനിറവും ധന്യതയും ഉള്ളവരായി തീരുവാനും ഓരോരുത്തരുടെ കടപ്പാടിൽ നിന്ന് ബോധ്യമുണ്ടാകുവാനും കഥയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകജനത നേരിടുന്ന രോഗബന്ധനത്തിൽ നിന്നുള്ള വിമോചനം ദൈവം എല്ലാവരും നൽകണമേ.
വരുന്ന നാളുകളിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് ആരാധിക്കുവാൻ ഇനിയും സഹായിക്കണം. അവിടുന്ന് ഞങ്ങൾ അനുഗ്രഹിച്ച് പറഞ്ഞിരിക്കണം. ഉയർത്ത ഈശ്വരോട് പ്രാർത്ഥിക്കുന്ന അപേക്ഷ കേൾക്കുമാറാകണം ദൈവമേ. ആമേൻ. വിശ്വാസത്തോടും സമാധാനത്തോടും ആശീർവാദം അനുഭവിക്കും. നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയടനായ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെല്ലാ നന്മയിൽ യഥാസ്ഥാനപ്പെടുത്തി അവന്റെ ഹിതം ചെയ്യുവാൻ പ്രാപ്തി നൽകട്ടെ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സർവ്വം അനുഗ്രഹിച്ച് കരുന്ന പരിശുദ്ധാത്മാവിന്റെ അത്ഭുത കൂട്ടായ്മയും നിരന്തര സംസർഗവും കാവലും ദൈവമക്കളെ നമ്മുടെ എല്ലാവരും എന്നേക്കും ലോകാവസാനത്തോടുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.